ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷയം. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ മറ്റുള്ളവരുടെ കോളുകൾ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യരുതെന്നാണ്. അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിലൊക്കെ, ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ കോൾ റെക്കോർഡിംഗ് ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം, അല്ലെങ്കിൽ യുവർ കോൾ ഹാസ് ബീൻ റെക്കോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് പോകും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അതില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞിരുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഡയലർ പാഡ് ഇവിടെ കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൾ ലിസ്റ്റൊക്കെ നമുക്ക് കാണാം. നമ്മൾ വിളിച്ചതും നമുക്ക് വന്നിരിക്കുന്ന ഇൻകമിങ് ഔട്ട് ഗോയിങ് ഒക്കെ കാണാം. അവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ടുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. കോൾ റെക്കോർഡിംഗ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പല സെറ്റിംഗ്സുകളും. അപ്പോൾ അതൊക്കെ വീഡിയോ ഒന്ന് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് അൺനോൺ കോൾ നമ്പേഴ്സ് അങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് യുവർ കോൾ ഹാസ് ബീൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുക. അപ്പോൾ അവരുടെ രഹസ്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ ഒരു വൈമനസ്യം കാണിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അതിന് പകരം ഒരു ബീപ്പ് സൗണ്ട് വരുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നീട് അവർക്ക് ബീപ്പ് സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ആ ബീപ്പ് സൗണ്ട് കേട്ടാലും അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് ആ ബീപ്പ് സൗണ്ട് കൂടി നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ പറയുന്നത്. ഇനി നമുക്ക് അതിനായി വേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, TTS LEXX, അതായത് TTS LEXX എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അത്രയും ഫെമിലർ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇൻസ്റ്റാൾ ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് സ്പീച്ച് റെക്കഗ്നേഷൻ ആൻഡ് അത് ഗൂഗിളിൻ്റെ തന്നെയാണ്. അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അത് നമ്മളൊന്ന് എനേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക. കാരണം ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നുണ്ട് അത് കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സ്, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ സെർച്ച് ഓപ്ഷൻസ് കാണാം അല്ലേ. ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് പ്രിഫേർഡ് എൻജിൻ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. PREFERED പ്രിഫേർഡ് എൻജിൻ ആണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ചില ഫോണുകളിൽ ജസ്റ്റ് ഒന്ന് എൻജിൻ മാത്രം പ്രിഫേർഡ് കൊടുക്കുമ്പോൾ അവിടെ വരാറില്ല. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എൻജിൻ ആണ്, ENGIN കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണിക്കും പ്രിഫേർഡ് എൻജിൻ എന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. പ്രിഫേർഡ് എൻജിൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പ്രിഫേർഡ് എൻജിനിൽ കാണിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. സാധാരണ നിങ്ങളുടെ ഫോണിൽ ആണെങ്കിൽ ആ സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് അതാണ് കാണിക്കുക, ഗൂഗിളിൻ്റെ തന്നെ. അതിന് പകരം നിങ്ങളത് മാറ്റിയിട്ട് TTLEX അതിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡയലർ പാഡ് കണ്ടില്ലേ, അവിടെ നമുക്ക് സാധാരണ നമ്മൾ എന്താണ് ചെയ്തത്, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോയിട്ട് നമ്മളുടെ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെയാണ് നമ്മൾ ആ സെറ്റിങ്സിലാണ് കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഇവിടെ നമ്മൾ ബീപ്പ് സൗണ്ട് ഓഫ് ആക്കി കൊടുത്തു. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇനി നിങ്ങൾക്ക് ഇത് ഓണോ ഓഫോ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ വിളിക്കുന്ന കോളുകൾക്ക് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന കോളുകൾക്ക് ബീപ്പ് സൗണ്ടോ അല്ലെങ്കിൽ ഡിസ്ക്ലൈമറോ ഇനി വരില്ല. അപ്പോൾ നിങ്ങളൊന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.